ഹായ് ഓൾ, വെൽക്കം ടു എജു വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ബാങ്കിങ്ങിൻ്റെ മോക്ക് ടെസ്റ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം ഞാൻ തന്നിട്ടുള്ള വീഡിയോൻ്റെ ലിങ്കൊക്കെ പഠിച്ചിട്ട് നിങ്ങളെല്ലാവരും മോക്ക് ടെസ്റ്റിന് റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ മോക്ക് ടെസ്റ്റിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പം ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക് വീതമാണുള്ളത്. അതേപോലെ നെഗറ്റീവ് മാർക്കും ഉണ്ട് കേട്ടോ. 3 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇൻകറക്റ്റായിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ 1 മാർക്ക് മൈനസ് ആകും. ഓക്കെ, 3 ക്വസ്റ്റ്യൻ ഇൻകറക്റ്റ് ആയിട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് നിങ്ങളുടെ ഇത് മൈനസ് ചെയ്യപ്പെടും. സോ നിങ്ങൾ ലാസ്റ്റ് മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസിൻ്റെ എത്ര ക്വസ്റ്റ്യൻ ആണോ തെറ്റുള്ളത് ആ ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് 3 ക്വസ്റ്റ്യന് 1 മാർക്ക്, 3 ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ 1 മാർക്ക് വീതം കട്ട് ചെയ്തിട്ട് വേണം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഓപ്ഷൻ രേഖപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഓപ്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം, അല്ലെങ്കിൽ മാർക്ക് മൈനസ് ആകുന്നതാണ്. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതിന് എത്ര മാർക്കായാലും, കുറഞ്ഞ മാർക്കായാലും 1 മാർക്കായിക്കോട്ടെ, അല്ലെങ്കിൽ കൂടിയ മാർക്കാണെങ്കിൽ ഔട്ട് ഓഫ് 50 കിട്ടുവാണെങ്കിലും എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കണ്ട. സോ ക്വസ്റ്റ്യൻസ് ഇതാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് അപ്ലിക്കബിൾ ടു ദ ബിസിനസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ നമ്പറും ആൻസറും കൂടി എഴുതണം. ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ആർ നോട്ട് ബീയിങ് പെർഫോംഡ് ബൈ ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? Question number 3, a bank is called as scheduled bank when dash. Then question number 4, dash is the contribution made by shareholders of the bank. Dash is the contribution made by shareholders of the bank. Number 5, dash was originally the home of commercial bank. Question number 6, dash was initially home of industrial or investment banking. Question number 7, the trend in India is towards dash. Question number 8, FINO stands for dash. FINO stands for dash. Question number 9, when the rate of inflation increases dash. Question number 10, rediscounting and giving advance, the central bank changes interest at a rate which is known as dash. Question number 11, the nationalization of 14 commercial bank was on dash. Question number 12, the State Bank of India was established under State Bank of India Act on dash. Question number 13, RBI introduced 14-day intermediate treasury bills and 14-day treasury bills on dash. Question number 14, RBI introduced a bill rediscounting scheme in dash. Question number 15, RBI introduced the system of repurchase of dated government securities through addition at fixed cut-off rate of interest is dash. Question number 16, DIC stands for dash. Question number 17, dash commission recommended the formation of central bank in 1926. Question number 18, system of banking is guided by the Islamic law called dash. Question number 19, overdraft is a credited facility granted by commercial bank to dash holders. Question number 20, money at call and short notice is also known as dash. Question number 21, creation of derivative deposit out of the money from primary deposit is called dash. Question number 22,
What is the rate at which commercial banks charge on their surplus funds with the RBI? Question number 23. Dash is the rate at which commercial bank needs to maintain in the form of cash or gold or government approved securities before providing credit to its customers. Question number 24. Who appoints the Governor of Reserve Bank of India? Question number 25. Bridge loan is known as dash. Question number 26. 182-day treasury bill was introduced in Indian money market in dash. Question number 27. In India, the chitti funds are governed and regulated by dash. Question number 28. CAG stands for. CAG stands for dash. Question number 29. CPI stands for dash. CPI stands for dash. Question number 30. SEBI is a dash. Question number 31. The periodical interval at which interest is added is called a dash. Question number 32. Rate of interest fluctuate according to the market lending rate in dash. Question number 33. What is the minimum amount of transfer required for RTGS in dash? Question number 34. Who is the sole authority to issue and manage currency in India? Question number 35. In CRR, C stands for dash. Question number 36. MICR code is used for dash. Question number 37. With which bank Assam was signed $88 million loan agreement to implement the island water transport project? Question number 38. Which bank has unveiled My Apps application to boost digital payments? Question number 39. Money lent for more than 1 day or not less than 15 days in the money market is known as dash. Question number 40. Smart money is the term used for dash. Question number 41. Which app has been launched by RBI for visually challenged persons to identify new currency notes? Question number 42. RBI introduced dash scheme in 1969. Question number 43. Dash act as a consortium leader of the banking institution is the district. Question number 44. Which bank allowed ATM withdrawal above rupees 10,000 only after an OTP verification during 8 p.m. to 8 am from January? Question number 45. MICR is a 9-digit code is used mainly by the banking industry to ease the processing and clearance of check and other documents. The first 3 digits represent the dash. Number 46. A savings as well as the current account should be treated as inoperative or inactive if there are no transactions in the account over a period of dash years. Question number 47. Who introduced the microcredit system in social banking segment? Question number 48. Dash is registered or unregistered group of micro entrepreneurs having homogeneous social and economic background. Question number 49. Buy now and pay later is the motto of dash. Question number 50. Credit card allow one to buy goods now and pay later called a dash. Question ഒന്നാമത്തെ ആൻസർ
ബി ആണ്, അതായത് ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻക്ലൂഡിംഗ് RRB. ക്വസ്റ്റ്യൻ നമ്പർ 2 അതും ബി തന്നെയാണ് ഓപ്ഷൻ, റെഗുലേഷൻ ഓഫ് ഫോറിൻ ഡിറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഷെഡ്യൂൾഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ദി RBI ആക്ട്. നമ്പർ 4 ഷെയർ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ബാങ്ക് എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒറിജിനൽ എന്നറിയപ്പെടുന്ന ഓപ്ഷൻ ഡി ആണ്, ജർമ്മനിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 അതും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ജർമ്മനിയാണ്. ജർമ്മനി വാസ് ഇനീഷ്യലി അറ്റ് ദി ഹോം ആൻഡ് ഇൻഡസ്ട്രിയൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഇന്ത്യയിലെ ട്രെൻഡ് എന്ന് പറയുന്നത് മിക്സഡ് ബാങ്കിങ് സിസ്റ്റമാണ്. അത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 8 ഓപ്ഷൻ ഡി ആണ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നെറ്റ്വർക്ക് ആൻഡ് ഓപ്പറേഷൻ എന്നാണ് FINO ഫുൾ ഫോം എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 9 ഓപ്ഷൻ ബി പർച്ചേസിംഗ് പവർ ഓഫ് മണി ഡിക്രീസസ് ആണ്, അതായത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ പർച്ചേസിംഗ് പവർ ഓഫ് മണി ഡിക്രീസ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, ബാങ്ക് റേറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ നമ്പർ എ ആണ്. 19th July 1969 14 കൊമേഴ്ഷ്യൽ ബാങ്കും നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്, 1955. ക്വസ്റ്റ്യൻ നമ്പർ 13 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1997 ആണ്, 1997 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14 ബിൽ റീഡിസ്കൗണ്ടിങ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1970 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റിവേഴ്സ് റിപ്പോ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ സി ആണ്, ഡെപ്പോസിറ്റ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്പർ 17 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ് ഫോർമേഷൻ ഓഫ് സെൻട്രൽ ബാങ്ക് 1926 റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 18 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ശരിയത്താണ്. 19 കറൻറ്റ് അക്കൗണ്ട് ആണ്, അതായത് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് കറൻറ്റ് അക്കൗണ്ടുകൾക്കാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 20 മണി അറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ഇന്റർ ബാങ്ക് കോൾ മണി മാർക്കറ്റാണ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് അറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ക്രെഡിറ്റ് ക്രിയേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഡെപ്പോസിറ്റ് ഔട്ട് ഓഫ് മണി ഫ്രം പ്രൈമറി ഡെപ്പോസിറ്റ് എന്നറിയപ്പെടുന്നത് ക്രെഡിറ്റ് ക്രിയേഷൻ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22ൻ്റെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ റിവേഴ്സ് റിപ്പോ റേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 23 ആൻസർ ഓപ്ഷൻ ഡി ആണ്, SLR റേറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 24 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സെൻട്രൽ ഗവൺമെൻറ് ആണ് ഗവർണറെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സ്വിംഗ് ലോണിനാണ് ബ്രിഡ്ജ് ലോൺ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 26 1987 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിൽ, കൺട്രോളർ അല്ല കൺട്രോളർ ആണ്, CON അല്ല COM ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 29 സി ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് CPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്പർ 30 സെബി എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 31 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കോമ്പൗണ്ടിങ് പീരിയഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 33 ഓപ്ഷൻ ബി ആണ്, 2 lakh ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 34 ഓപ്ഷൻ സി ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ക്യാഷ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് CRRൽ സ്റ്റാൻഡ് ചെയ്യുന്നത് ക്യാഷ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 36 ഫോർ ഇലക്ട്രോണിക് ക്ലിയറൻസ് ഓഫ് ചെക്ക് ആണ് MICR യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 37 എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, വേൾഡ് ബാങ്ക് ആണ് ആ പ്രൊജക്റ്റ് ഇത് കൂടിയിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38 ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, HDFC ബാങ്ക് ആണ്. അതായത് ഈ ബാങ്കാണ് മൈ ആപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യുക എന്നതാണ്.
ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 39 ഓപ്ഷൻ എ ആണ്, നോട്ടീസ് മണിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 40 ക്രെഡിറ്റ് കാർഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 41 എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, MANI. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ എന്നാണ്. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ, അതായത് ജാനുവരി 1, 2020 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തതാണ് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സൺസിന് വേണ്ടിയിട്ട് കറൻസി നോട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡാണ് ബാങ്കിങ്ങിലുള്ള ആപ്ലിക്കേഷൻ, ചിലപ്പോൾ ചോദിക്കാൻ വേണ്ടി ഇടയുണ്ട്. സ്പെല്ലിങ് മാറിപ്പോയത് MONEY അല്ല, MANI ആണ്. അതിൻ്റെ ഫുൾ ഫോമും മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡൻറ്റിഫയർ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2020 ജനുവരി 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള പേഴ്സണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 42, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. RBI ആണ് ലീഡ് ബാങ്ക് സ്കീം 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 43 എന്ന് പറയുന്നത് അതും ഓപ്ഷൻ എ ആണ്, ലീഡ് ബാങ്ക് ആണ് എന്താണ് കൺസോർട്ടിയം ലീഡർ ഓഫ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഡിസ്ട്രിക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ക്വസ്റ്റ്യൻ നമ്പർ 44 എന്ന് പറയുന്നത്, അതായത് ഓപ്ഷൻ സി ആണ്, SBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് രാത്രി 8 മണിക്കും 8 മണി ടു പകൽ രാവിലെ 8 AM വരെ 10,000 മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് OTP വെരിഫിക്കേഷൻ വരുന്ന പ്രോസസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് SBI ആണ്. അതായത് ഇപ്പോൾ തെഫ്റ്റും ഫ്രോഡൊക്കെ പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതും എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ബാങ്കിങ്ങിൽ നടന്നു വന്നിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 45 ആൻസർ നമുക്ക് നോക്കാം എന്താണെന്ന്. ഓപ്ഷൻ ബി ആണ്, സിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 46 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 2 ആണ്. അതായത് 2 വർഷത്തേക്കൊന്നും ഇന്നോപ്പറേറ്റീവ് ആണെങ്കിൽ അത് ഇൻആക്റ്റീവായിട്ട് കണക്കാക്കും. നമ്പർ 47 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോബൽ ലോറേറ്റ് ആൻഡ് മുഹമ്മദ് യൂനസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 48 ഓപ്ഷൻ ഡി ആണ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 49 കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്, ക്രെഡിറ്റ് കാർഡാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്, ബൈയിങ് ഓൺ ഡെബിറ്റ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ലേ? അപ്പോൾ അതിലെത്ര മാർക്കാണ്, അതായത് നെഗറ്റീവ് മൈനസ് ചെയ്തുകൊണ്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ക്ലാസ്സുമായിട്ടോ പിന്നീട് കാണാം. അതുവരെയ്ക്കും ബൈ.